നമ്മുടെ നാട്ടിലുണ്ടായിരുന്നാണ്. പറയാതെ ഒരേ മുഖം അല്ലേ ഉണ്ണി? ഓക്കെ ഇവിടെ ഉണ്ടോ? വംശീയമേ ആരും അധിക്ഷേപിച്ചില്ല നിന്നെ? ഇത്രയും കാലം ഇവിടെ നിന്നല്ലേ? എടാ നീ ഇവിടെ ഉള്ള ഞാൻ അറിയണ്ടേ? ആണോ? നീ നിന്റെ തെറിയും കൂടെ കേൾക്കാൻ ബാക്കിയുള്ളൂ, ബാക്കി നാട്ടുകാരെ മൊത്തം കേട്ട് നീ അടങ്ങണ്ണി. ഒരു നടൻ ഒരു സ്റ്റാർ ആയാൽ, ആ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ വന്ന വഴി മറക്കാറാണ് പതിവ്. പല കൂടെ അഭിനയിച്ച താരങ്ങളെയും ഓർമ്മയുണ്ടാകില്ല, ഓർമ്മയുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് കാണിക്കില്ല, പുറത്ത് കാണിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാവും, തൻ്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കുമെന്ന് വെച്ചുകൊണ്ട് പലരും അത് മൈൻഡ് പോലും ചെയ്യാറില്ല എന്നുള്ളത് നമ്മൾ എത്രയോ സിറ്റുവേഷൻസിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെയാണ് ധ്യാൻ ശ്രീനിവാസൻ വ്യത്യസ്തനാകുന്നത്. അയർലൻഡിൽ ഒരു സ്റ്റേജ് പരിപാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ധ്യാൻ ഒരു വ്യക്തിയെ സ്പോട്ട് ചെയ്തതിന് പിന്നാലെ ധ്യാൻ ഇത് നീ ഇവിടെ വന്നോ എന്ന് ധ്യാൻ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴാണ് അയാൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ചോദിക്കുന്നത്, പറ ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100 യൂറോ തരാം എന്ന് പറയുന്നു. ധ്യാൻ അത് കേട്ടപാടെ ചിരിച്ചിട്ട്, എടാ എനിക്ക് നിന്നെ അറിയാം, ഒരേ മുഖം എന്ന് മാത്രമേ ധ്യാൻ പറഞ്ഞുള്ളൂ. ഒരേ മുഖം എന്ന് പറഞ്ഞതിന് പിന്നാലെ ആ പുള്ളിയുടെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പിന്നെ കാണാൻ കഴിയാണ്. കാരണം അത്രയും വലിയൊരു വേദിയിൽ ധ്യാൻ ശ്രീനിവാസനെ പോലൊരു താരം അയാളെ സ്പോട്ട് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമാണെന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ദാറ്റ് ഒരു സ്റ്റാർ, ഇത്രയും വലിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ, ഒരു തർക്കമില്ല. ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകൾ ഹിറ്റായില്ല എന്നത് വെച്ച് അയാളുടെ നടനെയോ അല്ലെങ്കിൽ അയാളുടെ അഭിനയ മികവിനെയോ കുറച്ച് കാണാൻ ഒരിക്കലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അയാൾ ഒരു സ്പോട്ട് ചെയ്യുന്നു, ആ വ്യക്തിയുടെ സന്തോഷം അയാൾ പുറത്ത് കാണിക്കുന്നു. അയാൾ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ പല കാര്യങ്ങളും പറയുന്നു. ധ്യാൻ അത് വളരെ സന്തോഷത്തോടു കൂടി കേൾക്കുകയും ചെയ്യുന്നു. പിന്നാലെയാണ് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഇരുവരും ചേർന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു മേജർ നടനോ കഥാപാത്രമോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരനായ വ്യക്തി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നത് മാത്രം. പക്ഷേ ധ്യാൻ ആ വ്യക്തിയെ സ്പോട്ട് ചെയ്യുന്നിടത്താണ് ഇവിടെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ധ്യാൻ ഒരേ മുഖത്തിന് ശേഷം എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 2016 ഒരേ മുഖം റിലീസ് ചെയ്യുന്നത്. ഈ 10 വർഷത്തിനിടയിൽ ധ്യാൻ എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാന് വീക്ക്ലി സ്റ്റാർ എന്നവർ വിളിക്കുന്നുണ്ട്. കാരണം ഓരോ ആഴ്ചയും ധ്യാൻ്റെ ഓരോ സിനിമകൾ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തൊക്കെ എത്രയോ സിനിമകൾ ധ്യാൻ്റെ ഭാഗത്തു നിന്നും എത്രയോ വന്ന് റിലീസ് ചെയ്ത് പരാജയപ്പെടുന്നതൊക്കെ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.